എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിമർശകരുടെ വായിൽ വീണ്ടും തീപ്പൊരികൾ വാരി വിതറിക്കൊണ്ട് മോളിവുഡിലെ ഹൈ വോൾട്ടേജ് വില്ലൻ കഥാപാത്രം ഇന്ന് അവതരിച്ചിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റിലൂടെ പറഞ്ഞു വരുന്നത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത് നിർമ്മാണ സിനിമയായ പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേര് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മമ്മൂക്കയും വിനായകനും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് കളങ്കാവൽ എന്നാണ്. വ്യത്യസ്ത നിറഞ്ഞ പേരും ഒരു കൊടൂരനായ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നെഗറ്റീവ് ഷെയ്ഡിലൂടെ കഥാപാത്രമായി എത്തി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കൊടുമൺ പോറ്റി അഥവാ ബ്രഹ്മയുഗത്തിലെ ചാത്തൻ പ്രത്യക്ഷപ്പെട്ടത് ഇന്നാണെങ്കിൽ അതേ ദിവസം തന്നെ മമ്മൂക്കയുടെ അടുത്ത നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡിലാണ് മമ്മൂട്ടി എത്തുന്നതെന്ന് തന്നെ നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രം സെപ്റ്റംബർ 25-നാണ് മമ്മൂക്കയുടെ നിർമ്മാണ കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. റോഷക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്കോഡ്, കാതൽ, ടെർബോ, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നിവയാണ് ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം. തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് പറയുന്ന പേരാണ് കളങ്കാവൽ. എന്നാൽ അതുമായി ചിത്രത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന. ഫൈസൽ അലിയാണ് ക്യാമറ ചലിപ്പിക്കുന്നത്. കിഷ്കിണ്ഡകാന്ഡം, രേഖാചിത്രം എന്നിവയുടെ മ്യൂസിക് ചെയ്ത മുജീബ് നജീബാണ് ചിത്രത്തിൽ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിനായകൻ നായകനായിട്ടും മമ്മൂക്ക വില്ലനായിട്ടും എത്തുന്നു എന്ന പ്രത്യേകതയോടുകൂടി തന്നെ എത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രത്തിന് നേരത്തെ തന്നെ ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളെല്ലാം, അതായത് പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രത്തിന്റെ പോസ്റ്റർ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നിറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ കാർഡും എങ്ങനെയുണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.